ഇപ്പോൾ ലോ കോളേജിന്റെ ഭാഗത്ത് എന്തോ പുതിയ വാർത്ത എന്തോ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. റിയയിലേക്ക് പോകുന്നു. റിയ, എന്താണ് അവിടെ? നേരത്തെ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു, ബാനർ ഉയർത്തിയ ഇടമാണ്. അവിടെ എന്താണ് പുതിയ വിവരം പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്? സംഘർഷ സാഹചര്യമാണെന്നാണ് തോന്നുന്നത്. അതായത് നേരത്തെ ലോ കോളേജിൽ ഫ്ലെക്സുകൾ ഉയർന്നിരുന്നു KSUവിൻ്റെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുകയും വിദ്യാർത്ഥികളെ മാറ്റാനുള്ളൊരു നീക്കം നടത്തി. മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ പോലീസ് ഇവിടേക്ക് എത്തുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുറത്തുണ്ടായിരുന്ന BJP പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി ഈ ബാരിക്കേഡുകൾക്കപ്പുറത്തു നിന്ന് അകത്തേക്ക് കയറിയത്. അവരിപ്പോൾ SFIയും KSUയും ഒക്കെ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമമാണ് BJP പ്രവർത്തകർ നടത്തുന്നത്. പോലീസ് BJP പ്രവർത്തകരെ മാറ്റാനുള്ള നീക്കം നടത്തുന്നുണ്ട്, ശാന്തരാകാൻ ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നതിനെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ AC അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ലോ കോളേജിലേക്ക് എത്തി സാഹചര്യം നിരീക്ഷിക്കാനായി എത്തിയത്. വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരോട് അവിടെ നിന്ന് മാറണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ലക്ഷ്യം. പോലീസ് എത്തിയപ്പോൾ, അതായത് കുറച്ചധികം പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ BJP പ്രവർത്തകർ വലിയ തോതിൽ പ്രതിഷേധവുമായി അവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ലോ കോളേജിന് മുമ്പിൽ SFIയും KSUയും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള ഈ ഫ്ലെക്സ് ബോർഡുകൾ അത് നീക്കാനുള്ള ശ്രമമാണ് BJP പ്രവർത്തകർ നടത്തുന്നത്. എന്തായാലും BJPയുടെ നേതാക്കൾ ഇടപെട്ട് അന്തരീക്ഷം ശാന്തമാക്കാനുള്ളൊരു നീക്കം കൂടി നടത്തുന്നുണ്ട്. നിലവിൽ AC അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ലോ കോളേജിലുണ്ട്. മറ്റ് സംഘർഷ സാഹചര്യമോ മറ്റ് പ്രശ്നങ്ങളോ ഇപ്പോൾ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന BJP പ്രവർത്തകർ ഈ ഫ്ലെക്സ് ബോർഡുകളടക്കം നീക്കുകയും പോലീസുമായി ഉന്തുതള്ളും ഉണ്ടാകുന്ന ഒരു തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. AC അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കടന്നു പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത് BJP പ്രവർത്തകരായാലും വിദ്യാർത്ഥികളായാൽ പോലും സാഹചര്യം ശാന്തമാക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനും SPGക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് BJP പ്രവർത്തകരെ അടക്കം ഇവിടെ നിന്ന് ഈ ബാരിക്കേഡിനകത്തേക്ക് നീക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. AC അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, SPG അടക്കമുള്ള ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ BJP പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി ബാരിക്കേഡിനപ്പുറത്ത് മുദ്രാവാക്യ വിളികളുമായി നിൽക്കുന്നു. BJP പ്രവർത്തകർ അങ്ങനെ മുദ്രാവാക്യ വിളിയുമായി ഒരു സൈഡിൽ നിൽക്കുന്നു. മറുവശത്ത് അവരെ കൂടി ശാന്തമാക്കി ഈ റോഡ് ഷോ സുഗമമാക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നടത്തുന്നുണ്ട്. പോലീസിന്റെ വാഹനമടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാൽ അത് ശാന്തമാക്കുകയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? കാരണം ഒരുപാട് പോലീസ് സേന ഇന്ന് അവിടെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ. SPG ഒക്കെയാണല്ലോ നിയന്ത്രിക്കുന്നത്. SPG ആണ് ആത്യന്തികമായും ഇതിന്റെ സുരക്ഷ പ്രധാനമന്ത്രിയുടെ. അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധ സ്വരം ഉണ്ടാകാതിരിക്കാൻ നേതാക്കൾ കൂടി ഇടപെട്ടുകൊണ്ട് സ്ഥിതി ശാന്തമാക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായും പ്രതീക്ഷ. കാരണം റോഡ് ഷോ ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നേരത്തെ ഉച്ചയ്ക്കൊരു KSU പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരുന്നു. അതിനുശേഷം പോലീസ് അവരെ മാറ്റി. പിന്നീട് അല്പസമയം, ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് വീണ്ടും മോദി ഗോ ബാക്ക് എന്ന മറ്റൊരു ഫ്ലെക്സ് ബോർഡ് കൂടി ലോ കോളേജിനകത്ത് പ്രത്യക്ഷപ്പെട്ടു. KSU പ്രവർത്തകർ വെച്ചു. ആ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റി. ഇനിയും ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള സമാനമായ പ്രതിഷേധം ഇവിടെ ഉണ്ടാകുമോ എന്നതറിയാനാണ് AC അടക്കമുള്ള സെൻട്രൽ AC അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ലോ കോളേജിന് മുമ്പിലേക്ക് എത്തിയതവർ ലോ കോളേജിനകത്തേക്ക് കയറിയപ്പോഴാണ് പുറത്തു നിന്ന് BJP പ്രവർത്തകർ മുദ്രാവാക്യവുമായി ഭാരത് മാതാ കി ജയും മോദി കി ജയും വിളിച്ച് മുദ്രാവാക്യം വിളിയുമായി എത്തിയത്. അതോടൊപ്പം തന്നെ ഒരു കൂട്ടം BJP പ്രവർത്തകർ ഈ വിദ്യാർത്ഥികൾ വെച്ച ഫ്ലെക്സ് ബോർഡുകൾ, അതായത് SFIയുടെയും KSUവിൻ്റെയും ഫ്ലെക്സ് ബോർഡുകൾ നീക്കാനുള്ള ശ്രമം നടന്നു. ബാരിക്കേഡിനകത്ത് നിന്ന് പുറത്തേക്ക് പ്രവർത്തകർ എത്തിയതോടെയാണ് പോലീസ് കൂടി ഇടപെട്ട് അവരെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. BJPയുടെ ജില്ലാ നേതാക്കളടക്കം പ്രവർത്തകരോട് ബാരിക്കേഡിനകത്തേക്ക് പോകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ഏതാണ്ട് പോലീസ് അത് ശാന്തമാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. യാതൊരു തരത്തിലുമുള്ള പ്രതിഷേധം ഉണ്ടാകാതിരിക്കാനുള്ള VIP പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സുരക്ഷാ ക്രമീകരണം ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. ബാരിക്കേഡുകൾ വെച്ച് പോലീസ് പൂർണ്ണമായും റോഡ് നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. ഈ 1.3 കിലോമീറ്റർ പോലീസിന്റെ പൂർണ്ണ സുരക്ഷാ വലയത്തിലാണ്. SPG അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്.
മാറ്റിയിട്ടുമുണ്ട്. അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് പോലീസ് അവസാനവട്ട സുരക്ഷാ പരിശോധനയായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലോ കോളേജിന് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് SPG ഉദ്യോഗസ്ഥരൊക്കെ പോലീസുമായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ സ്ഥിതി ശാന്തമാണോ ഇപ്പോൾ? BJPയുടെ ജില്ലാ നേതാക്കളുമായി പോലീസ് ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ട്. പ്രവർത്തകരെ കൂടി ബാരിക്കേഡിനകത്തേക്ക് മാറ്റി പൂർണ്ണമായും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. മറ്റു തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല. ഇതിലുണ്ടായത് നേരത്തെ പോലീസ് എത്തിയപ്പോഴേക്കും ബാരിക്കേഡിനപ്പുറം നിന്ന് BJP പ്രവർത്തകർ കൂടി ബാരിക്കേഡിനപ്പുറത്തേക്ക് മറികടന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ആശങ്കയുണ്ടായത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും പ്രവർത്തകരെ അടക്കം ഈ ബാരിക്കേഡിനകത്തേക്ക് മാറ്റി സ്ഥിതിഗതികൾ ശാന്തമാക്കിയിട്ടുണ്ട്. റോഡ് ഷോ ആരംഭിക്കാൻ ഇനി കൃത്യം 7:30 റോഡ് ഷോ പ്രതിഷേധ ബാനറുകൾ നീക്കുകയും ചെയ്തു. പൂർണ്ണമായും പ്രതിഷേധ ബാനറുകൾ മാറ്റുകയും ചെയ്തോ? പ്രതീക്ഷ വ്യക്തമായില്ല. പ്രതിഷേധ ബാനറുകൾ, ഫ്ലെക്സുകളൊക്കെ നീക്കിയോ പൂർണ്ണമായും? ഈ പ്രതിഷേധ ബാനറുകൾ പോലീസ് പൂർണ്ണമായും നീക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ഉച്ചയ്ക്ക് വെച്ചതും ഒപ്പം തന്നെ വൈകുന്നേരം വെച്ച ബാനറുകൾ പോലീസ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ലോ കോളേജിലുള്ള വിദ്യാർത്ഥികളോട് ഗേറ്റിന് സമീപത്ത് നിന്ന് മാറാനുള്ള നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. ലോ കോളേജിന് പുറത്തായിരുന്നു നേരത്തെ പോലീസിന്റെ സുരക്ഷ ഉറപ്പാക്കിയിരുന്നത്. ഇപ്പോൾ ലോ കോളേജിനകത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിർത്തിയിട്ടുണ്ട്. KC വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നേരത്തെ ഉണ്ടായതുപോലെ KC പ്രവർത്തകരുടെയോ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുടെയോ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നത് പോലീസ് പൂർണ്ണമായും പരിശോധിക്കുകയാണ്. പോലീസിന്റെ സുരക്ഷാ വലയത്തിന് കീഴിലേക്ക് ലോ കോളേജ് അടക്കമുള്ള ഇവിടുത്തെ വിദ്യാഭ്യാസ കോളേജുകളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ലോ കോളേജിനകത്തും പുറത്തും പോലീസ് പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് വാഹനങ്ങൾ ഇവിടേക്ക് നേരത്തെ എത്തിയിരിക്കുന്നു. സെൻട്രൽ AC അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി നേരിട്ടെത്തിയാണ് ഈ ഘട്ടത്തിൽ അവസാന ഘട്ടത്തിലുള്ള പരിശോധന നടത്തുന്നത്. സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണ്. BJP പ്രവർത്തകരെ BJP നേതാക്കളെത്തി തന്നെ മറ്റൊരു പ്രതിഷേധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ നേതാക്കളടക്കം ഇവിടെ എത്തുകയും പ്രവർത്തകരോട് ശാന്തമാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വിദ്യാർത്ഥികളെ ആരെങ്കിലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? വിദ്യാർത്ഥികളെ ആരെങ്കിലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരം? രണ്ട് വിദ്യാർത്ഥികളെ പോലീസ് നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തു. ഫ്ലെക്സ് ബോർഡുകൾ വെച്ച 2 KSU പ്രവർത്തകരെ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഫ്ലെക്സ് ബോർഡിനടുത്തുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികളെ നേരത്തെ തന്നെ പോലീസ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിരുന്നു, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം മറ്റാരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. ലോ കോളേജിനകത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളോട് അവിടെ നിന്ന് ഗേറ്റിന് സമീപത്തു നിന്ന് മാറാനുള്ള നിർദ്ദേശം കൂടി പോലീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. SPG അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ ലോ കോളേജിന് മുന്നിൽ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന ഗസ്റ്റ് ഹൗസിന് ഏതാണ്ട് 100 മീറ്റർ അപ്പുറമുള്ള സ്ഥലമാണ് ഈ ലോ കോളേജ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം. അവിടെ ഇപ്പോൾ SPG അടക്കമുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അവിടെ പൂർണ്ണമായും ഉറപ്പാക്കി അവസാനവട്ട പരിശോധന കൂടി കർശനമാക്കുകയാണ്. BJP പ്രവർത്തകർ മറുവശത്ത് മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ആരെയും കടത്തിവിടാത്ത തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണത്തിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ഇതേ മണിക്കൂറുകളുണ്ട് എങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കുകയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. നേരത്തെ ഫ്ലെക്സ് ബോർഡുകളടക്കം വന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഈ റോഡ് ഷോയ്ക്കിടയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു മുൻ കരുതൽ പോലീസ് എടുക്കുന്നു. അത്തരത്തിലൊരു പ്രതിഷേധം